ഈ ഘട്ടത്തിലാണ് വളരെ പ്രസക്തമാകുന്ന ചില കോൺഗ്രസിൻ്റെ പ്രതിസന്ധികളെ കുറിച്ച് പറയേണ്ടത് കൂടി ഇതിൻ്റെ പശ്ചാത്തലത്തിൽ. ലതീഷ് കൂടി, സ്വാതി തുടരൂ, ലതീഷ് കൂടി വിവരങ്ങളുമായി ചേരുകയാണ്. ലതീഷ്, ഇന്ന് കെ സുധാകരൻ പറഞ്ഞത്, ഈ കെ സുധാകരൻ പറഞ്ഞ കാര്യം നേരത്തെ തന്നെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ വിവാദമുണ്ടായ ഘട്ടത്തിൽ തന്നെ അതിൻ്റെ തൊട്ട് പിറ്റേന്ന് ശശി തരൂർ പറഞ്ഞതാണ്. അതായത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും കെ പി സി സി ജനറൽ സെക്രട്ടറിയും തൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനൊപ്പമാണ് എന്ന്. അത് നൽകുന്നൊരു സന്ദേശമുണ്ടായിരുന്നു. കാരണം സതീശൻ്റെ മാത്രമായ ചില സങ്കുചിത രാഷ്ട്രീയവും സംസ്ഥാന സർക്കാരിനെതിരായി കാടടച്ച് വെടിവെക്കുന്ന രീതിയിലുള്ള ചില വിധ്വംസക പ്രതിപക്ഷ സ്വഭാവവും ഇതൊക്കെ ഇത്തരത്തിലുള്ള ഒന്നായിരുന്നു സതീശൻ്റെ ഭാഗത്തുണ്ടായത്. അതുകൊണ്ട് സതീശൻ്റെ മാത്രം ഈഗോ വൂണ്ട് ചെയ്ത ഒരു കാര്യമാണ്, അല്ലെങ്കിൽ സതീശ പക്ഷത്തിൻ്റെ ഈഗോ വൂണ്ട് ചെയ്ത ഒരു കാര്യമായിരുന്നു എന്ന രീതിയിൽ ആ വരികൾക്കിടയിൽ വായിക്കാമായിരുന്നു ശശി തരൂർ പറഞ്ഞത്. അതിന് ഇന്ന് കൂടുതൽ വ്യക്തത വന്നിരിക്കുകയാണ്. അതിൻ്റെ ഉള്ള വ്യക്തതയാണ് കെ സുധാകരൻ പരസ്യമായി പറഞ്ഞത്. അദ്ദേഹം ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ പ്രതികരിച്ചു. അതിലെന്താണ് പ്രശ്നം? അത് ചില നേതാക്കന്മാരുടെ സ്വഭാവത്തിനനുസരിച്ച് അവർ പ്രതികരിക്കും. അത് കൃത്യമായും സതീശന്, വി ഡി സതീശനെതിരെയുള്ള ഒളിയമ്പ് തന്നെയാണ്, ഒരുപക്ഷെ ഡയറക്റ്റ് അമ്പ് തന്നെയാണ്. അജിംഷാദ്, വളരെ കൃത്യമാണ് കെ സുധാകരന്റെ ഇന്നത്തെ പ്രതികരണം. കാരണം ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ശശി തരൂർ തന്നെ രാഹുൽ ഗാന്ധിയെയും മല്ലികാർജുൻ ഖാർഗെയെയും കണ്ട് സംസാരിച്ചു. സ്വാഭാവികമായും ആ സംസാരിച്ചതിന്റെ വിവരങ്ങൾ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ എന്നുള്ള നിലയിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനുമായി ദേശീയ നേതൃത്വം പങ്കുവച്ചിട്ടുണ്ടാകും. ആ ഘട്ടത്തിലാണ് ഇന്ന് വീണ്ടും മാധ്യമങ്ങൾ പ്രതികരണം ആരാഞ്ഞപ്പോൾ കെ സുധാകരൻ ശശി തരൂരിനെ പൂർണ്ണമായും തള്ളിക്കളയാതെ എന്നാൽ വി ഡി സതീശനെതിരെ പരോക്ഷ വിമർശനവുമായി, അല്ലെങ്കിൽ പ്രത്യക്ഷ വിമർശനം എന്ന് തന്നെ പറയാം, അജിംഷാ സൂചിപ്പിച്ച പോലെ ആ നിലവിലുള്ളൊരു പ്രതികരണം നടത്തിയത്. കാരണം ഈ ശശി തരൂരിന്റെ സംസ്ഥാന സർക്കാരിനെ കുറിച്ചുള്ള പ്രകീർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രശംസ പാർട്ടിക്ക് വലിയ ദ്രോഹമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ ചിലർ അതിനെ വ്യാഖ്യാനിച്ച് വലുതാക്കുകയാണ് ഉണ്ടായത്. ഓരോ നേതാക്കളും ഓരോ രീതിയിലാണ് പ്രതികരിക്കുക. അപ്പോൾ ശശി തരൂരിന്റെ അഭിപ്രായ പ്രകടനമല്ല വ്യാഖ്യാനിച്ച് വലുതാക്കിയതും ഈ ഓരോ നേതാക്കളുടെയും പ്രതികരണവുമാണ് ഇത്തരത്തിലൊരു വിവാദമാക്കി ഈ വിഷയത്തെ മാറ്റിയത് എന്നുള്ള കൃത്യമായ പ്രതികരണമാണ് കെ സുധാകരന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ചില അർദ്ധസത്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ശശി തരൂർ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. ഈ കോൺഗ്രസ് നേതൃത്വത്തിൽ ഇരുന്ന് പറയാൻ പാടില്ലാത്ത ഒരു പ്രസ്താവനയായിരുന്നു എന്ന് മാത്രമാണ് ശശി തരൂരിനെതിരെ എന്ന് പറയാവുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇത് പറഞ്ഞതിന്റെ പേരിൽ ആരെയും തൂക്കിക്കൊല്ലാനൊന്നും കഴിയില്ലല്ലോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെട്ടു, ആരോടും കൂടുതൽ പ്രതികരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഇനി ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല എന്നുകൂടി കെ സുധാകരൻ പറയുന്നു. വളരെ കൃത്യമാണ് കെ സുധാകരന്റെ നിലപാട്. ഈ വിഷയത്തിൽ അതായത് കോൺഗ്രസിനുള്ളിൽ തന്നെ വി ഡി സതീശനും വി ഡി സതീശന്റെ പക്ഷവും പിടിമുറുക്കുന്ന അല്ലെങ്കിൽ അപ്രമാദിത്വം കാണിക്കുന്നതിനെതിരെ ശക്തമായൊരു പ്രതിഷേധം തന്നെയാണ് കെ സുധാകരന്റെ ശശി തരൂരിനെ പൂർണ്ണമായും തള്ളാതെ ഇന്നത്തെ ഒരു നിലപാടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും ഇതിൽ രൂപം കൊള്ളുന്ന ഒരു രാഷ്ട്രീയം കൂടിയുണ്ട്. അത് സതീശ വിരുദ്ധമായ കൃത്യമായൊരു നിലപാട്. ശശി തരൂർ ഒരു ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ഒരു വസ്തുത പറയുന്നു. ആ വസ്തുത എങ്ങനെയാണ് ഒരു ക്രിയാത്മക പ്രതിപക്ഷത്തിന് എതിരാകുന്നത്? കേരളത്തെ സംബന്ധിച്ചുള്ള പൊതു യാഥാർത്ഥ്യം അത് 2016 ശേഷം 2021 ശേഷം ഒക്കെയുള്ള കൃത്യമായ വളർച്ചയെ സംബന്ധിച്ച് CPIM സംസ്ഥാന സർക്കാരോ അല്ല, ദേശീയ തലത്തിലുള്ള സംസ്ഥാന സർക്കാരുമായോ CPIM LDF ഒരു ബന്ധവുമില്ലാത്ത ദേശീയ തലത്തിലുള്ള ഏജൻസി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനെ കുറിച്ച് റാങ്കിങ് നടത്തുന്നു. അതുപോലെ തന്നെയാണ് ഗ്ലോബൽ ഇക്കോ സിസ്റ്റത്തെ സംബന്ധിച്ച് അന്താരാഷ്ട്ര ഏജൻസി, ഇൻ്റർനാഷണൽ ഏജൻസി ഒരു റാങ്കിങ് നടത്തുന്നു. ഇതിൻ്റെയൊക്കെ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ തനിക്ക് ലഭ്യമായതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് താൻ വിശദീകരിച്ച് തൻ്റെ ലേഖനത്തിലുള്ളതെന്ന് ആവർത്തിച്ച് ശശി തരൂർ പറഞ്ഞിട്ടും തൻ്റെ വാദങ്ങൾ, തൻ്റെ സങ്കുചിതമായ വാദങ്ങൾ എതിരാണ് എന്നതിൻ്റെ ഒറ്റ കാരണത്താൽ സതീശൻ ഇറങ്ങുന്നു. അത് സതീശൻ്റെ അപക്വമായ നിലപാടാണ്. ഒന്ന്. രണ്ട്, അത് പാർട്ടിയെ അതാണ് പ്രതിസന്ധിയിലാക്കുന്നത് കോൺഗ്രസിനെ എന്ന അർത്ഥത്തിൽ രൂപം കൊള്ളുന്ന ആശയത്തിനൊരു രാഷ്ട്രീയമുണ്ട് ലതീഷ്. അത് സതീശ വിരുദ്ധമായ ചേരി ശശി തരൂരിനെ ഉപയോഗിച്ച് കൂടുതൽ ശക്തമാകുന്ന ഒരു കാഴ്ചയുടെ ചില ലക്ഷണങ്ങൾ അതിൽ നിരീക്ഷിച്ചാൽ തെറ്റുണ്ടോ ലതീഷ്? നമ്മൾ കോൺഗ്രസ് രാഷ്ട്രീയത്തെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറെ നാളുകളായി ചില വ്യത്യസ്ത അഭിപ്രായങ്ങൾ, പ്രത്യേകിച്ച് ദേശീയ തലത്തിലും അതേപോലെ തന്നെ സംസ്ഥാന തലത്തിലുമെല്ലാം
കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം എടുക്കുന്ന നിലപാടിന് വിരുദ്ധമായ നിലപാടുകൾ അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനങ്ങൾ വളരെ ശക്തമായി തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് ശശി തരൂർ. അത് കോൺഗ്രസിനുണ്ടാക്കുന്ന പൊല്ലാപ്പ് ചെറുതല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ശശി തരൂരിനെ പോലുള്ള ഒരാൾ കേരളത്തിൽ വ്യാവസായിക രംഗത്ത് വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. സ്റ്റാർട്ടപ്പുകളുടെ കുതിച്ചുചാട്ടം, സ്റ്റാർട്ടപ്പ് രംഗത്തുണ്ടായ കുതിച്ചുചാട്ടം ആശാവഹമാണ്, കേരളത്തിന് വേണ്ടിയാണ് താൻ ശബ്ദിക്കുന്നത് പറയുമ്പോൾ അത് കോൺഗ്രസിനുണ്ടാക്കുന്ന ഡാമേജ് ചെറുതല്ല. കാരണം ശശി തരൂരിനെ പോലുള്ള ഒരാൾ അങ്ങനെ വസ്തുത പറഞ്ഞാൽ ഒരു ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ അത് ഇവരുടെ പാർട്ടി ഇറക്കുന്നതോ അല്ലെങ്കിൽ CPIM ഇറക്കുന്നതോ LDF ഇറക്കുന്നതോ ഈവൻ സംസ്ഥാന സർക്കാർ പോലും ഇറക്കുന്നതല്ല, ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലുമുള്ള ഏജൻസികൾ ഇറക്കുന്ന ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു വസ്തുത ബോധ്യപ്പെട്ടാൽ അത് പറഞ്ഞാൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നതാണോ പ്രതിപക്ഷം? അത് പറഞ്ഞാൽ തകരുന്നതാണോ കോൺഗ്രസ്? അത് ഒരു ജനാധിപത്യ സംവിധാനത്തിന് ചേർന്നതാണോ എന്ന ചോദ്യം കൂടി ബാക്കിയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് സതീശൻ ഒറ്റപ്പെടുന്നത്. അതിന് മുന്നിൽ തരൂരിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് സതീശനെതിരായ ഒരു പക്ഷം കൃത്യമായി കോൺഗ്രസിനുള്ളിൽ രൂപം കൊള്ളുന്നു എന്നത് ഊതിപ്പെരിപ്പിച്ച ബലൂണെന്ന് മുമ്പ് ഒരു ഘട്ടത്തിൽ പരസ്യമായി സതീശൻ ഈ ശശി തരൂരിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതൊക്കെയാണ് ഈ രാഷ്ട്രീയത്തിൻ്റെ, അതായത് ഒരു വ്യതിരിക്ത സ്വഭാവത്തിൽ അതിൻ്റെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറുന്നു, സതീശൻ ഒറ്റപ്പെടുന്നു എന്നതിൻ്റെ സൂചന. ഒരുപക്ഷെ കെ സുധാകരൻ്റെ ഇന്നത്തെ പ്രതികരണം ആ രാഷ്ട്രീയം കൂടി ബോധ്യമാക്കുന്നുണ്ട്. ലതീഷ്, അജിംഷാദ്, നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ പ്രത്യേകിച്ച് ഭരണപക്ഷത്തെ എതിർക്കുക, അത് അന്ധമായി എതിർക്കുക എന്നത് ആണ് പ്രതിപക്ഷത്തിന്റെ ധർമ്മം എന്ന് വിശ്വസിച്ച് നടക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് VD സതീശൻ എന്ന് തന്നെ വേണം അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം എന്നാലേ പ്രതിപക്ഷമാകൂ, പ്രതിപക്ഷ നേതാവാകൂ എന്ന ഒരു തെറ്റായ ധാരണ വെച്ച് പുലർത്തുന്ന ആളാണ് VD സതീശൻ എന്ന് വേണം അദ്ദേഹത്തിന്റെ ഈ അടുത്ത കാലത്ത് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിമർശനത്തെ കാണാൻ. അതായത് ഈ തീരദേശ ഹൈവേ എതിർക്കുന്നു, മലയോര ഹൈവേ എതിർക്കുന്നു, വയനാട്ടിലേക്കുള്ള തുരങ്കപാത അനുവദിക്കില്ല എന്ന് പറയുന്നു. ആ നിലയിലുള്ള വിമർശനം കിഫ്ബിയെ തീർച്ചയായും വളരെ നിർണായകമായ രാഷ്ട്രീയമാണ് കേരളത്തിലും ദില്ലിയിലും പുരോഗമിക്കുന്നത്. കെ സുധാകരനിലൂടെയും ശശി തരൂരിൻ്റെ വാക്കുകളിലൂടെയും കോൺഗ്രസിൻ്റെ പ്രതിസന്ധി, ഉള്ളിലെ പ്രതിസന്ധി കൂടുതൽ വ്യക്തമാവുകയാണ്. ശശി തരൂർ സംസ്ഥാന സർക്കാരിൻ്റെ വികസന അനുകൂലമായ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ആ ശശി തരൂരിനുള്ള പിന്തുണയും അതിനെ എതിർത്ത, അന്ധമായി സംസ്ഥാന സർക്കാരിനെ എതിർക്കുന്ന കപട ഡാറ്റകളുടെ അല്ലെങ്കിൽ തെറ്റായ ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ എതിർക്കുന്ന സതീശനെതിരെ കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗം ശശി തരൂരിൻ്റെ പക്ഷത്ത് ഉയർന്നു വരുന്നു എന്നതാണ് കെ സുധാകരൻ്റെ വാക്കുകളിൽ നിന്നും കൂടി മനസ്സിലാക്കേണ്ടത്. എന്തായിരുന്നാലും ആ രാഷ്ട്രീയത്തെ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് സ്വാതിയും ലതീഷും നൽകിയത്.